പണി കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ കൊടുക്കണം. ചെറിയ പണിയൊന്നുമല്ല കൊടുത്തത്, ഒരു ഒന്നൊന്നര പണി തന്നെയാണ്. പണി കിട്ടിയത് മന്ത്രി കെ.എം. ഷാജിക്കാണ്, പണി കൊടുത്തത് മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ്. അതുകൊണ്ടാണ് ഇത് ചർച്ചയാകുന്നത്, വാർത്തയാകുന്നത്. എന്താണ് കാര്യമെന്നറിയാൻ ആദ്യം നമുക്ക് കെ.എം. ഷാജിയുടെ ഒരു പഴയ പ്രസംഗം കേൾക്കാം. വർഗീയത കൊണ്ട് കേരളത്തെ അങ്ങ് ആകെ പാടമറിക്കാൻ പോകുമ്പോ അമൃതാനന്ദമയി എന്ന് പറയുന്ന ആൾ ദൈവത്തെ സ്നേഹിച്ചോട്ടെ, ഇഷ്ടപ്പെട്ടോട്ടെ, ഉമ്മം വെച്ചോട്ടെ, കെട്ടിപ്പിടിച്ചോട്ടെ. പക്ഷെ അതൊരു മന്ത്രി ചെയ്യേണ്ടതല്ല, ഒരു മന്ത്രിയുടെ പണിയല്ല. അതാണ് പ്രശ്നം. കെ.എം. ഷാജി പ്രസംഗിക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. രണ്ടാം പിണറായി മന്ത്രിസഭയിലെ മന്ത്രിയായ സജി ചെറിയാൻ മാതാ അമൃതാനന്ദമയിയെ സന്ദർശിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. മാതാ അമൃതാനന്ദമയി സജി ചെറിയാന്റെ നെറ്റിയിൽ മുത്തം കൊടുക്കുന്നു. വലിയ ചിത്രവും വാർത്തയും ഒക്കെയായ സംഭവമാണ്. അന്ന് കെ.എം. ഷാജി നടത്തിയ പ്രസംഗം, മന്ത്രി എന്തിന് മാതാ അമൃതാനന്ദമയിയെ പോയി കെട്ടിപ്പിടിച്ചു, മുത്തം വാങ്ങി എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള പ്രസംഗം. ഇപ്പോഴിതാ മുഖ്യമന്ത്രി തന്നെ മാതാ അമൃതാനന്ദമയിയെ കാണുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ചിത്രവും ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാതാ അമൃതാനന്ദമയി മഠത്തിൽ പോയി മാതാ അമൃതാനന്ദമയിയെ കാണുന്നത്. ഏറെ നേരം സംസാരിച്ചിരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. അന്ന് പോയത് മന്ത്രിയാണ്, ഇപ്പോൾ പോയത് മുഖ്യമന്ത്രി തന്നെയാണ്. ദൃശ്യങ്ങൾ കാണാം. ഇനി കെ.എം. ഷാജി എന്തു പറയും? അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഒരു വാക്യമുണ്ട്, അത് അന്ന് പറഞ്ഞതല്ലേ എന്ന്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അങ്ങനെ പലതും പറയും, ഭരണപക്ഷത്തിരിക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ. പക്ഷേ കെ.എം. ഷാജിയുടെ പ്രസംഗത്തിന് ഒരു രാഷ്ട്രീയമുണ്ടായിരുന്നു. ആ രാഷ്ട്രീയം എന്നത് ഇടതുപക്ഷം ബി.ജെ.പി. ആയി മാറിക്കഴിഞ്ഞു. കേരളത്തിലെ CPM ബി.ജെ.പിയുടെ ബി ടീമായി മാറിക്കഴിഞ്ഞു. ബി.ജെ.പിയുടെ അജണ്ടകളാണ് CPM നടപ്പാക്കുന്നത്. ഹിന്ദുത്വ ആശയങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു CPM ഇടത് ഹിന്ദുത്വ പാർട്ടിയായി മാറിയിരിക്കുന്നു. ഇതായിരുന്നു അന്ന് കെ.എം. ഷാജി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു നടന്നത്. ആ പറച്ചിലിനെ സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സജി ചെറിയാനും മാതാ അമൃതാനന്ദമയും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ ഉപയോഗിച്ചത്. മുസ്ലിം ലീഗ് നേതാക്കൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ എന്നിവർ നാടുനീളെ പ്രസംഗിച്ച് നടന്നു. ഇതാ കണ്ടില്ലേ, ഞങ്ങൾ പറഞ്ഞത് ശരിയല്ലേ, ഇടത് ഹിന്ദുത്വയല്ലേ കേരളം ഭരിക്കുന്നത്, CPM ബി.ജെ.പി. ആയില്ലേ, CPM ബി.ജെ.പിയുടെ ബി ടീമായി മാറിയില്ലേ. അതിന് തെളിവാണ് ഇതാ സജി ചെറിയാൻ മാതാ അമൃതാനന്ദമയിയെ സന്ദർശിച്ചതും കെട്ടിപ്പിടിച്ചതും. എന്ന് വെച്ചാൽ ബി.ജെ.പിയും CPM-ഉം തമ്മിൽ ധാരണയുണ്ട്, പരസ്പര ധാരണ പ്രകാരമാണ് മുന്നോട്ട് പോകുന്നത് എന്ന് സ്ഥാപിച്ചെടുക്കാൻ, എന്ന പ്രചാരണത്തിന് ഒരു ഊർജം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കെ.എം. ഷാജി പ്രസംഗിച്ചത്. ഇപ്പോൾ കെ.എം. ഷാജി എന്തു പറയും? അന്ന് പറഞ്ഞത് തള്ളിപ്പറയും, ഒരു സംശയം വേണ്ട. PM ശ്രീയിൽ അദ്ദേഹം അന്ന് പറഞ്ഞത് അദ്ദേഹം തന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയും, ഞാനിപ്പോൾ ഈ സർക്കാരിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് അതേക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. അതല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുകയേയില്ല, ഒളിച്ചോടും മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും കെ.എം. ഷാജി എന്ന വ്യക്തി, രാഷ്ട്രീയ നേതാവ് എന്തൊക്കെയാണോ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്, പ്രസംഗിച്ച് നടന്നത്, അതെല്ലാം അദ്ദേഹത്തിന് വിഴുങ്ങേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. PM ശ്രീ, PM ആവാസ് യോജന, ഇപ്പോഴിതാ മാതാ അമൃതാനന്ദമയിയെ കുറിച്ച് നടത്തിയ അന്നത്തെ പ്രസംഗവും ഒന്നും ഞാനല്ല ചെയ്തത്, അത് എന്നെപ്പോലെയുള്ള മറ്റാരോ ആണ് എന്ന് പറയുന്നിടത്തേക്ക് വരെ ചിലപ്പോൾ കെ.എം. ഷാജി എത്തിയേക്കും.